Attention to the Gospel according to Matthew chapter 13, and we will read verse 24 to 30. നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ വന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചുകൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് തന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. May God bless the reading of this passage. നാം വായിച്ച വേദഭാഗം ദൈവം അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. We were listening to the wonderful words of God through the Lord's servant all this time. നാം ഇതുവരെയും കർത്തദാസനോട് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The unfortunate thing is there are very few people who are privileged to listen to these words. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ സന്ദേശം ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. I understand it is more than 120 assemblies coming together and organizing this convention. ഈ കൺവെൻഷനിൽ 120-ലധികം സഭകൾ ഒന്നിച്ചു ചേർന്നാണ് ഇത് നടത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. In a common meeting conducted on the 6th day of the Kumbanad convention, കുമ്മനാട് കൺവെൻഷനിലെ 6ാമത്തെ ഈ പൊതുയോഗത്തിൽ at least 120 people would have been here. That would have been a great thing. 120 പേരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. But I praise God for those who are interested in knowing the word of God and coming here. ദൈവവചനത്തോടുള്ള താല്പര്യം കാണിച്ച് കടന്നു വന്നിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. When we the Lord's servants were sitting inside, often I share with them something like this. ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ പലപ്പോഴും ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. One of the greatest advantage for us to come to the Kumbanad convention is കുമ്പനാട് കൺവെൻഷനിൽ വരുവാനുള്ളതായിരിക്കുന്ന വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, more than getting an opportunity to preach the word, we get an opportunity to listen to the word. ദൈവവചനം പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവചനം കേൾക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. Most of the places we travel throughout the year and we preach. ഒരു വർഷക്കാലം പല സ്ഥലങ്ങളിലും കടന്നുപോയി ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. We are extracted. ഞങ്ങളവിടെ ക്ഷീണിച്ചു പോകാറുണ്ട്. People ask us so many questions and we try to feed them. ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ഉത്തരം പറയണം. But there is nothing much we get from there. എന്നാൽ അവിടെ ഒന്നും ഞങ്ങൾക്ക് അധികമൊന്നും ലഭിക്കാറില്ല. But when we come for a week-long convention like this year, എന്നാൽ ഇവിടെയുള്ള ഒരാഴ്ച കാലത്തെ കൺവെൻഷൻ സംബന്ധിക്കുമ്പോൾ we get great messages from great servants of God. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന വചനം കേൾക്കുവാൻ കഴിയുന്നു. Especially people like me who come from a barren land like Karnataka. കർണാടകയിൽ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ കടന്നു വരുമ്പോൾ we are filled with the divine manna during the 1 week stay here. ഈ ഒരാഴ്ച കൊണ്ട് സ്വർഗീയമായിരിക്കുന്ന മന്നയാൽ ഞാൻ നിറയപ്പെടുകയാണ്. I am very sure the Lord's people in this region must definitely take the advantage of this great privilege that God has given. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായ അവസരം ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. That will go a long way in our Christian spiritual lives. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഉടനീളം അത് നമുക്ക് അനുഗ്രഹമായിട്ട് തീരും എന്നുള്ളതിന് സംശയമില്ല. We just read a passage from the Gospel according to Matthew chapter 13. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം ഇപ്പോൾ വായിച്ചത്. This is a parable that our Lord has taught to the people who are listening to him. നമ്മുടെ കർത്താവ് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരെ പഠിപ്പിച്ച ഒരു ഉപമയാണ് നമ്മൾ വായിക്കുന്നത്. There are many things that the Lord has spoken in terms of parables. നമ്മുടെ കർത്താവ് അനേക കാര്യങ്ങൾ ഉപമകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. There is a very special reason why he has spoken these things in parables. ഈ ഉപമകളിലൂടെ കർത്താവ് പഠിപ്പിച്ചതിന് പല കാരണങ്ങളുമുണ്ട്. If you look at verse 11 of chapter 13, 13-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, in verse 10 the disciples ask him a question. 10-ാം വാക്യത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. Why do you often speak in parables?
എന്തിനാണ് നീ ഉപമകളായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നത്? Then the Lord gives them the reply in verse 11. 11ാം വാക്യത്തിൽ അതിന്റെ ഉത്തരം നമ്മുടെ കർത്താവ് പറയുന്നു. And the content of the answer is that you may know the mysteries of God. നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ ആ മർമ്മം ഗ്രഹിക്കേണ്ടതിനാണ് ഞാനിത് പറയുന്നതെന്ന് പറയുന്നു. Now sometimes when we think about the mysteries of the word of God, ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ we feel that must be something which the common man should not be able to understand. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. And we think those are the deepest things of the scriptures. അത് ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങളാണ്. And sometimes even the preachers get away very easily from the traps that they are in. അവരായിരിക്കുന്ന ആ വചനത്തിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകാറുണ്ട്, saying that these are deeper things common man won't understand. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആഴമേറിയ സത്യങ്ങളാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. Sometimes the preachers use a strategy like this. പലപ്പോഴും പ്രസംഗകർ ഇങ്ങനെയുള്ള ഒരു പ്രയോഗിക്കാറുണ്ട്. If you cannot convince the people, just confuse them. അവരെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ അവരുടെ ചിന്തകളെ മാറ്റിക്കളയുന്നതായിട്ട് കാണുവാൻ കഴിയും. If you cannot convince the people, confuse the people. അവരെ മനസ്സിലാക്കിക്കുന്നതിന് പകരമായിട്ട് അവരുടെ ചിന്തകളെ കുഴയ്ക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Beloved, look at the ministry of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നോക്കുക. He never wanted to confuse the people. അവൻ ഒരിക്കലും ആളുകളെ കുഴച്ചുമറിച്ചു കളയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Even the simplest form of people should understand the net content of what he is trying to communicate. നമ്മുടെ കർത്താവ് പറയുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലാണ് അവൻ സംസാരിച്ചത്. That is the reason he always used the parables which are more relevant to the people of those days. ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് മനസ്സിലാകത്തക്ക നിലയിലുള്ളതായിരിക്കുന്ന ഉപമകളാണ് നമ്മുടെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. If you turn to verse 16 of the same chapter, അതേ അധ്യായത്തിന്റെ തന്നെ 16ാം വാക്യത്തിലേക്ക് വരുമ്പോൾ the Lord says, you are blessed because your eyes blessed are your eyes, for they see, and your ears, for they hear. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ എന്ന് കർത്താവ് പറയുന്നു. And in verse 17 he says that many prophets and righteous men desired to see what you see and did not see it, and to hear what you hear, they did not hear it. 17ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് പറയുന്നു, ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Why did not the Lord Jesus Christ use the parable of the modern IT professionals? എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇങ്ങനെയുള്ള IT പ്രൊഫഷണലോട് ഇങ്ങനെയുള്ള ഉപമകൾ ഉപയോഗിക്കാതിരുന്നത്? Why didn't he use the examples of the IT professionals? IT പ്രൊഫഷണൽസിന്റെ ഉപമകൾ എന്തുകൊണ്ടാണ് കർത്താവ് ഉപയോഗിക്കാതിരുന്നത്? Why did he not quote the examples and the parables of the scholars and the great rulers of those days? ആ കാലത്ത് ജീവിച്ചിരുന്നതായ വലിയ വലിയ ഉന്നതരായ ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ തത്വജ്ഞാനികളുടെ നിലയിലുള്ളതായിരിക്കുന്ന ഉപമകൾ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? Why is he talking about the man going and sowing in a common field? ആ വയലിൽ പോയി വിത്ത് വിതയ്ക്കുന്ന ആളുകൾ ഉപമ എന്തിനാണ് കർത്താവ് ഉപയോഗിച്ചത്? Why is he talking in terms of sheep and shepherd relationship? എന്തിനാണ് ആട്ടിടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തോടുള്ള ആ നിലയിലുള്ള ഉപമകൾ ഉപയോഗിച്ചത്? Beloved, blessed are the people who can understand the mysteries of God through these simple illustrations. ഈ സാധാരണ ഉദാഹരണങ്ങളിലൂടെ ഏത് സാധാരണക്കാരനും ദൈവിക മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. When the Lord Jesus Christ was born on the face of the earth, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ we see great many things happen on that occasion. ആ സമയത്ത് ധാരാളം വലിയ കാര്യങ്ങൾ സംഭവിച്ചു. The angels appeared in the sky, in the air, and they praised the Lord. ദൂതന്മാർ ആകാശത്തിൽ പ്രത്യക്ഷരായി അവർ ദൈവത്തെ സ്തുതിച്ചു. A star was moving in the sky. ആകാശത്തിലൂടെ നക്ഷത്രം നീങ്ങി. But do you know one truth there? എന്നാൽ അവിടെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? The message was declared to the ordinary shepherds who were out in the field. ആ സന്ദേശം വെളിപ്പെടുത്തി കൊടുത്ത് സാധാരണക്കാരായ ആട്ടിടയന്മാർക്ക് വെളിമ്പ്രദേശത്താണ്. Presented in the simplest form of way. അത് ഏറ്റവും ലളിതമായ നിലയിൽ. Worship is something that we all talk about. ആരാധന എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സംസാരിക്കാനുള്ള വിഷയമാണ്. I have no time to talk about that now. We had enough of confusions on that. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിനെക്കുറിച്ച് ധാരാളം കുഴച്ചുമറിച്ച് നമ്മുടെ ഇടയിലുണ്ട്. But you know what is the greatest teaching that we see regarding worship? ആരാധനയോടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ പഠിപ്പിക്കൽ എന്താണെന്ന് അറിയാമോ? The Lord Jesus Christ himself taught to the woman of Samaria. ആ ശമരിയക്കാരി സ്ത്രീയോട് നമ്മുടെ കർത്താവ് തന്നെ കാര്യം പറയുകയുണ്ടായി. Look at the person whom the Lord chose to teach this great teaching. നോക്ക്, കർത്താവ് പഠിപ്പിക്കാൻ തെരഞ്ഞെടുത്തതായിരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കുക. A very ordinary woman. സാധാരണക്കാരിയായ ഒരു സ്ത്രീ. A woman who is looked down by everybody. എല്ലാവരെക്കാളും വെറുക്കപ്പെട്ട ഒരു സ്ത്രീ. A woman who does not have a social testimony. സാമൂഹികമായിട്ട് യാതൊരു സാക്ഷ്യമില്ലാത്ത സ്ത്രീ. The simplest form of the human being the Lord chose there. ആ ഏറ്റവും സാധാരണ
സാധാരണക്കാരായ ആളുകളെയാണ് കർത്താവ് അങ്ങനെയുള്ള കാര്യം പഠിപ്പിക്കാൻ So തിരഞ്ഞെടുത്തത്. his parables were very simple. ഈ ഉപമകൾ വളരെ ലളിതമാണ്. His audience were very simple. അവന്റെ കേൾവിക്കാർ വളരെ സാധാരണക്കാരായ ആളുകളാണ്. But they understood was the mysteries of God. എന്നാൽ അവർ മനസ്സിലാക്കിയത് സ്വർഗീയമായിരിക്കുന്ന മർമ്മങ്ങളാണ്. He did not need a great heads and great brilliance for those people. ആ ഉന്നതരായിരിക്കുന്ന ബുദ്ധി ഉള്ളതായിരിക്കുന്ന ആളുകളെ അല്ല ദൈവം അന്വേഷിച്ചത്. The reason for that the scripture again says. വീണ്ടും അതിന്റെ കാരണത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. If you turn with me to 1 Corinthians chapter 2 and verse 10. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ these mysteries are revealed to us through the Spirit. ഈ മർമ്മം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. Though it is the simplest form of the parables. അത് ലളിതമായിരിക്കുന്ന ഉപമകളിലൂടെയാണ് പറയപ്പെട്ടെങ്കിലും Though it is the simplest form of people who are listening to that. സാധാരണക്കാരായ ആളുകളാണ് അവർ ശ്രദ്ധിച്ചതെങ്കിലും Even though the gospel was entrusted, the great commission was entrusted to the very ordinary people. സുവിശേഷം എന്നുള്ളത് സാധാരണക്കാരുടെ പക്കലാണ് ഏൽപ്പിക്കപ്പെട്ടതെങ്കിലും the revelation of the truth is by the Holy Spirit of God. അതിന്റെ വെളിപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. And I want to tell you this evening, this morning, ഈ രാവിലെ ഞാൻ ഇങ്ങനെ പറയട്ടെ, God can speak even through the simplest things that you come across every day. നാം ഓരോ ദിവസം കടന്നു പോകുന്ന ലളിതമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന് നമ്മൾ പഠിപ്പിക്കുവാൻ കഴിയും. That is God. അതാണ് ദൈവം. He does not need a big lab for a demonstration. അതിനുവേണ്ടി വലിയൊരു അത് പ്രകടിപ്പിക്കുവാനായിട്ട് വലിയൊരു സ്റ്റേജ് ദൈവത്തിന് ആവശ്യമില്ല. He does not need a lot of intellectuals around him to teach these things. ബുദ്ധിമാന്മാരായ ആളുകൾ ഇത് പഠിപ്പിക്കുവാൻ ദൈവത്തിന് ആവശ്യമില്ല. If the simple people with a simple heart, സാധാരണ ആളുകൾ ലളിതമായ ഹൃദയമുള്ളവർ, if they take up this challenge, അവർ ഈ വെല്ലുവിളി ഏറ്റെടുത്താൽ God is able to use them to overturn the world. ദൈവത്തിന് ലോകത്തെ മുഴുവനും കീഴ്മേൽ മറിക്കുവാൻ അവരെ ഉപയോഗിക്കുവാൻ കഴിയും. The little teaching about the worship which he gave to the Samaritan woman, ശമരിയക്കാരി സ്ത്രീക്ക് കർത്താവ് നൽകിയ ആരാധനയെക്കുറിച്ചുള്ള ചെറിയ പാഠങ്ങൾ, it is the greatest motivation on worship to the people around the world today. ആ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആരാധിക്കുവാനുള്ള പ്രേരണ അതിൽ നിന്ന് ലഭിക്കുന്നു. The gospel that was entrusted into the hands of those 11 ordinary men who are standing around him, യേശുക്രിസ്തുവിന്റെ ചുറ്റുപാട് നിന്ന 11 സാധാരണക്കാരായ ആളുകളുടെ പക്കൽ ആ സുവിശേഷം ഏൽപ്പിക്കപ്പെട്ടു. it is able to overturn the whole world and fill it with the gospel today. ഇന്ന് സുവിശേഷം കൊണ്ട് ലോകം മുഴുവൻ നിറയപ്പെടുവാൻ, ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഇടയായി തീർന്നു. Beloved, I want to tell you this through this morning. ഇന്ന് രാവിലെ ഈ വലിയ സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Don't think how small or great you are. നിങ്ങൾ എത്ര വലിയവരാണോ ചെറിയവരാണോ ചിന്തിക്കണ്ട. Don't think about your intellect here. നിങ്ങളുടെ ബുദ്ധിയെ കുറിച്ച് ചിന്തിക്കണ്ട. Don't think about how much you know about these things. ഈ കാര്യങ്ങൾ എത്രമാത്രം അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. Don't think about whether you are great or small here. ഞാൻ വലിയവനോ ചെറിയവനോ എന്ന് ചിന്തിക്കണ്ട. If you in the simple form, if you receive what the Lord is trying to communicate, കർത്താവ് നമ്മളോട് പറയുന്നത് ഏറ്റവും ലളിതമായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, if you allow yourself into the hands of the Holy Spirit who is controlling you, നിങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ വിട്ടുകൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, he will reveal the mysteries to you. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. Look at this man Peter. പത്രോസിനെ ശ്രദ്ധിക്കുക.